സർ, എൻ്റെ പേര് Noora, Jasmin. ഞാൻ 2023 CUET പാർട്ടിസിപ്പൻ്റ് ആണ്. ഞാൻ അപ്ലൈ ചെയ്ത സബ്ജക്റ്റ് ഇംഗ്ലീഷ്, ജനറൽ ആൻഡ് ഹിസ്റ്ററിയാണ്. എനിക്ക് ഓവറോൾ CUET എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. ബാക്കി രണ്ടെണ്ണം ഇംഗ്ലീഷിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടഫായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ എന്നെ പ്രിപ്പയർസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ CUETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത് കംപ്ലീറ്റ്ലി പ്രിപ്പയർസ് നോക്കിയിട്ട് തന്നെയാണ്. വേറെ ഗൈഡോ ബുക്സോ ഒന്നും തന്നെ ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. ലൈക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ പ്രിപ്പയർസ് തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് എന്നെ ഏറ്റവും കൂടെ ഹെൽപ്പ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ മോക്ക് ടെസ്റ്റുകളാണ്. ഞാൻ ലൈക്ക് എക്സാമിന് ടു 5 or 6 days മുമ്പ് തന്നെ പഠിക്കാനെല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റുകളാണ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തുകൊണ്ടിരുന്നത്. ആൻഡ് ദാറ്റ് മോക്ക് ടെസ്റ്റുകൾ എന്നെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് അപ്ലൈ ചെയ്യാനും എല്ലാം തന്നെ ലൈക്ക് ഞാൻ 10th കഴിഞ്ഞിട്ട് ഹ്യൂമാനിറ്റീസ് ബാച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മാത്സ് ആയിട്ടുള്ള ടച്ച് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് അതെല്ലാം തന്നെ ഒന്നും കൂടെ റിഫ്രഷ് ചെയ്യാനൊക്കെ മോക്ക് ടെസ്റ്റുകൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ആ പ്രിപ്പേഴ്സിൻ്റെ എല്ലാ ക്ലാസ്സുകളും തന്നെ ഞാൻ ഏതാണ്ട് എല്ലാ ക്ലാസ്സുകൾ തന്നെ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അതും എന്നെ നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഇംഗ്ലീഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ടൈം തന്നെയാണ്. പക്ഷെ എന്നാലും ഇംഗ്ലീഷ് എനിക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അതാണ് ടൈം അങ്ങനെ വലിയ പ്രശ്നമായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. പിന്നെ ബാക്കിയുള്ള 2 സബ്ജക്റ്റിൽ ഹിസ്റ്ററി പിന്നെയും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ജനറൽ വന്നപ്പോഴേക്കും ജനറലിനകത്ത് മാത്സിൻ്റെ കാൽക്കുലേഷൻസ് ആയിരുന്നു എനിക്ക് കുറച്ചുകൂടെ ടഫായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ലൈക്ക് ടച്ച് ഇല്ലാണ്ടിരിക്കണോണ്ട് എനിക്ക് ഇച്ചിരിയും കൂടെ ടഫായിട്ട് തന്നെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രിഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് JIPMAT, ഹൈദരാബാദ്, കർണാടക, പോണ്ടിച്ചേരി അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. അതിന് ഏറ്റവും കൂടെ ഹെൽപ്പ് ചെയ്തേക്കുന്നത് പ്രിപ്പയർസ് തന്നെയാണ്. താങ്ക് യു.